മെസ്സിയെ പോലൊരാള് ഈ കേരളത്തിൽ വരുന്നതെന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും ആഹ്ലാദത്തോടെ സ്വീകരിക്കും. പക്ഷെ ഇത് ഒരുപാട് നാളായി ആളുകളോട് പറഞ്ഞു പറ്റിക്കുക. ആരാ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് നമുക്കറിയില്ല. എന്തായാലും മെസ്സി വരുമെന്ന് ഉറപ്പിക്കുക അത് നല്ല കാര്യമാണ്. മെസ്സി ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. മെസ്സിയോളം മികച്ച കളിക്കാരൻ ലോകത്തിൽ ഇന്നില്ല. ഇനി ഉണ്ടാവുമായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നു, പെലെ ഉണ്ടായിരുന്നു, നേരത്തെ ലോകം മുഴുവൻ അറിയുന്ന ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. ഇന്ന് മെസ്സി മാത്രമാണ് ലോകത്തുള്ളത്. കാരണം അദ്ദേഹം ഒരു വേൾഡ് കപ്പ് കയ്യിൽ വാങ്ങി അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുക. അത്ര വലിയൊരു മഹാനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ആര് കൊണ്ടുവന്നാലും കേരളത്തിലെ ജനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കും. ജനങ്ങളൊക്കെ അതിനെ അഭിനന്ദിക്കും, കൂടി ഉണ്ടാവും. കാരണം നമ്മുടെ നാട് ഫുട്ബോളുമായി വളരെ ബന്ധപ്പെട്ട നാടാണല്ലോ. ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ തന്നെ മെസ്സി എന്ന പേര് ഒരു ഹരം പോലെ മനസ്സിലുണ്ട്. കാരണം അർജന്റീനക്ക് കപ്പ് നേടിക്കൊടുത്ത മെസ്സി, എന്ന് ലോകത്തിൽ അടുത്ത കപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന മെസ്സി. അർജന്റീന 5ാം സ്ഥാനത്തായിരുന്നു പറയാമെങ്കിൽ ഇപ്പൊ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 1ാം സ്ഥാനം നിലനിർത്തി അവരാണ് എല്ലാ ടീമുകളെയും മുമ്പിൽ അവരാണിപ്പോൾ ഉള്ളത്. ഇതൊരു സത്യമാണ്. അങ്ങനെയുള്ളൊരു വലിയ കളിക്കാരനെ മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും കൂടുതൽ ഫ്രീ കിക്കിൽ ഏറ്റവും കൂടുതൽ ഗോളാക്കി കളിക്കാരൻ ലോകത്തിൽ മറ്റൊരാളില്ല. അതൊരു ചരിത്ര സത്യമാണ്. പെനാൽറ്റി ഗോളാക്കും, ഇത് ഫ്രീ കിക്കാണ്. ഫ്രീ കിക്ക് മെസ്സി അടിച്ചോ ഗോളാകുമെന്ന് പറഞ്ഞത് ലോകപ്രസിദ്ധനായ ഒരു ജാപ്പനീസ് താരമാണ്. അദ്ദേഹം പറഞ്ഞു, മെസ്സിയെ ശ്രദ്ധിക്കണം, അയാള് ഫ്രീ കിക്ക് അടിച്ചാൽ ഗോളാവും. കോർണറിൽ വളഞ്ഞു പോസ്റ്റിലേക്ക് പോയ ഗോള് ഇദ്ദേഹത്തിലതാണ്. അത് ലോകം ഓർക്കുന്ന മനോഹരമായ മടവിൽ ഗോളാണ്. അങ്ങനെ നിരവധി കളികളിൽ കൂടി ലോകമാകെയുള്ള ജനങ്ങളെ മനസ്സിനകത്ത് ഇപ്പോൾ ഹരമായി ചേർന്ന മെസ്സി ഇവിടെ വരുന്നു. 39ാമത്തെ വയസ്സിലെ ഇവിടെ വരുന്നത് കേരളം വാരിപ്പുണരും, സ്വീകരിക്കുമെന്ന കാര്യം തർക്കമില്ല. അതിന് പരിശ്രമിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വരണം എന്ന കാര്യത്തിൽ നിർബന്ധമാക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞു പറ്റിക്കുന്ന ഏർപ്പാടിന് കേരളീയർ എപ്പോഴും വലിയ വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഒരിക്കലും നിൽക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. മെസ്സി വരട്ടെ, മെസ്സിക്ക് സ്വാഗതം. എന്തായാലും കായിക മന്ത്രി തന്നെയാണ് ഇതിലൊരു സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ആരാധകരൊക്കെ കുറച്ച് കാലമായി തന്നെ കാത്തിരിക്കുകയാണ്. ഇനി അതിലൊരു നിരാശ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു കാര്യമുള്ളത്, ഈ മത്സരങ്ങൾ ഏത് ഗ്രൗണ്ടിൽ നടത്തുമെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ കേരളത്തിലെ ഗ്രൗണ്ടുകളെ പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? മെസ്സിയെ പോലുള്ള വലിയൊരു താരം എത്തുമ്പോൾ അത്രത്തോളം പെർഫെക്റ്റ് ആയ ഒരു ഗ്രൗണ്ട് നമുക്കുണ്ടോ? അല്ല, അത് ഇന്റർനാഷണൽ ലെവലുള്ള ഗ്രൗണ്ട് ഉറപ്പാണ്. അത് കേരളത്തിലെ സ്പോർട്സ് മന്ത്രി കൂടി ഉണ്ടല്ലോ, അവരുകൂടി ആലോചിക്കട്ടെ. ഇന്റർനാഷണൽ ലെവലുള്ള ഗ്രൗണ്ട് വേണം അവരൊക്കെ കളിക്കാൻ. ഒന്ന്, പിന്നെ അവരെ കോമ്പറ്റ് ചെയ്യുന്ന ടീം, ആ ടീം ഒരു സെലക്ടഡ് ടീമായിരിക്കണം. സാധാരണഗതിയിൽ വിദേശ ടീമുകൾക്ക് മാത്രമേ ആ ടീമിനെ കോമ്പറ്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെയാണ് പൊതു സിസ്റ്റം. അർജന്റീന ടീം ഈ മാസം എനിക്ക് തോന്നുന്നു നവംബർ മാസം 2 കളിയാണ്. ഒന്ന് എനിക്ക് കോങ്കോവിലോ മറ്റേ ഒരു കളി, ഒന്നിവിടെയും. ഇവിടെ കളിക്കുമ്പം കേരളത്തിലല്ല ഇന്ത്യയിലാണ് കളിക്കുന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതിന് പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒരു ഗ്രൗണ്ട്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഇവിടുത്തെ അസോസിയേഷൻകാര്, നമ്മളെ ഫുട്ബോൾ അസോസിയേഷൻ അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല. മറ്റൊരുപാട് അസോസിയേഷനുകളും എല്ലാം ഉണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അതിനിപ്പം പറ്റുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോഴിക്കോടാണ് പ്ലേസ് ആയിട്ട് ആളുകളിൽ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, പഴയ കാലത്തെ കളിയുടെ പാരമ്പര്യം. ആ പാരമ്പര്യമുള്ള കോഴിക്കോടാകുമ്പോൾ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ് ഇതൊക്കെ ചേർന്ന് തൃശ്ശൂർ വരെയുള്ള ആളുകൾക്ക് കോഴിക്കോട് ഒരു കേന്ദ്രമായി മാറും. അത് കോഴിക്കോട് ആവുന്ന തരക്കേടില്ല. അതെല്ലാം മറ്റേതെങ്കിലും സ്ഥലമാണെങ്കിലും എനിക്കതൊരു എതിർപ്പുള്ള കാര്യമല്ല. നമ്മൾ ഇന്നത്തെ സാധ്യത വെച്ചുകൊണ്ട് കോഴിക്കോടായിരിക്കും മുമ്പിലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മറ്റൊന്നാണെങ്കിലും എവിടെയെങ്കിലും വന്നാൽ കേരളത്തിൽ വരട്ടെ, കാലുകൂത്തട്ടെ. ലോക ഫുട്ബോളിലെ മാന്ത്രികൻ കേരളത്തിൽ വന്ന് അദ്ദേഹം ഒന്ന് പന്ത് തട്ടുമ്പോൾ കേരളീയർക്ക് അവാജ്യമായൊരു ആവേശമായിരിക്കും. ആവേശത്തിന് ആര് പിന്നിൽ ശ്രമിച്ചോ അവരെല്ലാം അഭിനയിക്കുന്നു. മന്ത്രിയാണെങ്കിലും മന്ത്രി, കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും കേരളത്തിൽ എത്തട്ടെ എന്നാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. ഒരു കൗതുകം കൂടി ചോദിക്കട്ടെ, ഫുട്ബോൾ ആരാധനായ താങ്കൾ മെസ്സിയെ കാണാൻ എന്തായാലും തീർച്ചയായും പോകില്ലേ? ഒരു കൈയൊക്കെ കൊടുക്കണ്ടേ? അല്ല, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പറ്റുമെന്നറിയില്ല. ഞാൻ MB ആയിരിക്കുമ്പോഴാണ് കൽക്കത്തയിൽ വെച്ച്
ഒരു ഉന്നത നിലവാരത്തിലുള്ള വേൾഡ് ടീമുമായിട്ടൊന്ന് കളിക്കുന്ന കളിയിൽ അവരൊന്ന് കാണാനും അവരോട് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ അനുഭൂതിയായിരുന്നു. പിന്നെ ഒരിക്കൽ സച്ചിൻ തെണ്ടുൽക്കറിനെ എറണാകുളത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ടപ്പോൾ അതിലേറെ അനുഭൂതിയായിരുന്നു. ഈ കളിക്കാർ ലോകമറിയുന്ന കളിക്കാരാകുമ്പോൾ നമ്മളെപ്പോലെ കൊച്ചു മനുഷ്യർക്ക് ആ കളിക്കാരുമായി ഒന്ന് ഇടപെടുക എന്ന് പറയുന്നത് വലിയ അനുഭൂതിയായിരിക്കും. ആ ആഗ്രഹം എൻ്റെ അടുത്തുണ്ട്. ആഗ്രഹം സബലീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മെസ്സി വരട്ടെ വരട്ടെ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.